2 ദിവസങ്ങൾക്ക് ശേഷം അരുണിന്റെ ഫോണിലേക്ക് താരയുടെ കോള് വന്നു. ഏട്ടൻ പറഞ്ഞ കാര്യത്തിന് എനിക്ക് സമ്മതാണ്. അതിനുശേഷം എന്നെ ഉപദ്രവിക്കരുത്. എന്റെ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. താര യാചനയോടെ പറഞ്ഞു. സമ്മതം. എനിക്കൊരൊറ്റ തവണത്തേക്ക് മതി നിന്നെ. അതിനുശേഷം നിന്റെ അടുത്ത് പോലും ഞാൻ വരില്ല. അരുൺ പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് ഞാൻ ലൊക്കേഷൻ അയക്കാം. എന്റെ അങ്കിളിന്റെ ഒരു വീടുണ്ട്. കുറച്ചു നാളായി പൂട്ടിക്കിടക്കുകയാണ്. താര പറഞ്ഞു. ഓക്കെ, ഞാനെത്താം. അരുൺ അത് പറഞ്ഞത് ഫോൺ കട്ടായി. ഫോൺ കട്ട് ചെയ്ത താരയുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. അവളുടെ തൊട്ടു മുന്നിൽ മറ്റു 2 പേരുണ്ടായിരുന്നു, ഐശ്വര്യയും ലക്ഷ്മിയും. അവർ 3 പേരും പരസ്പരം നോക്കി ചിരിച്ചു. അവരുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. പിറ്റേന്ന് അരുൺ തന്റെ ബൈക്കിൽ താര പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. റോഡിൽ നിന്ന് ഉള്ളിലേക്ക് മാറിയായിരുന്നു ആ വീട്. അരുൺ വീടിന് മുന്നിൽ ബൈക്ക് നിർത്തിയിറങ്ങി. നല്ല ബെസ്റ്റ് സ്ഥലം. ഒന്നുറക്കെ അലറിയാലും കേൾക്കാനടുത്തൊരു പട്ടിക്കുറുക്കം പോലും ഇല്ല. എന്തൊരു ശാന്തമായ വീടും സ്ഥലവും. അരുൺ ചുറ്റും നോക്കി പറഞ്ഞു. അരുൺ കോളിംഗ് ബെൽ അമർത്തി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടവൻ മുന്നോട്ട് നോക്കി. താര പുറത്തേക്ക് വന്ന് ചുറ്റും നോക്കി വേഗം അരുണിന്റെ കൈയും പിടിച്ച് അകത്തേക്ക് ഓടി. വാതില് കുറ്റിയിട്ടു. നെഞ്ചിൽ കൈവച്ചവൾ കിതച്ചു. അവൻ അവളെ നോക്കി. ഒരു നീല കളർ ചുരിദാറാണ് വേഷം. കിതക്കുമ്പോൾ ഉയർന്നു താഴുന്ന അവളുടെ മാറിടത്തിലേക്ക് അരുൺ കൊതിയോടെ നോക്കി. താര അവനെ നോക്കിയതും അരുൺ അവളുടെ കൈ പിടിച്ചു വലിച്ച് തന്റെ നെഞ്ചോട് ചേർത്തു. ആവേശത്തോടെ അവളുടെ ചുണ്ടിൽ ചുംബിക്കാൻ തുനിഞ്ഞ അരുണിനെ അവൾ തടഞ്ഞു. ഇവിടെ വെച്ച് വേണ്ട, മുകളിൽ റൂമിൽ പോകാം, താര അരുണിനോട് പറഞ്ഞു. പെട്ടെന്ന് അരുൺ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് അടുപ്പിച്ച് ചേർത്ത് നിർത്തി അവളെയും കൊണ്ട് സ്റ്റെപ്പ് കയറി മുകളിലത്തെ റൂമിലേക്ക് നടന്നു. റൂം തുറന്ന് അകത്തു കയറിയ ഉടനെ അരുൺ അവളെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് അവന്റെ തലയ്ക്ക് നേരെ ഒരു ഇരുമ്പ് വടി വന്നു. പക്ഷേ അതവൻ ഇടം കൈകൊണ്ട് പിടിച്ചു. അവൻ അതിൽ പിടിച്ച് മുന്നോട്ട് വലിച്ചതും ലക്ഷ്മി അവന്റെ മുന്നിൽ വന്നു. അരുൺ 2 പേരെയും മാറി മാറി നോക്കി ദേഷ്യത്തോടെ ലക്ഷ്മിയുടെ മുഖത്തടിച്ചു. താരയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. നീ എന്താണ് വിചാരിച്ചേ? ഞാൻ വെറും ഉണ്ടാക്കാനാണെന്നോ? ഇത് നീ എനിക്ക് വേണ്ടി ഒരിക്കൽ കുഴിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാടി ഞാൻ വന്ന് ചാടിയത്. എന്തായാലും ഒരു വെടിക്ക് 2 പക്ഷി. ഇനി 2ഉം ഇവിടെ നിന്നും ജീവനോടെ പോകില്ല. ഇതിനു മുന്നേ നിന്റെ ശരീരയിൽ ലോകം മൊത്തം കാണാട്ടടി. അതും പറഞ്ഞരുൺ അവളെ പിടിച്ചു തള്ളി. പാന്റിന്റെ പോക്കറ്റിൽ നിന്നും മൊബൈൽ കയ്യിലെടുത്തവരെ നോക്കി ചിരിച്ചു. പെട്ടെന്ന് അരുണിന്റെ തലക്ക് ശക്തമായ അടികിട്ടി. അവന്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു. വേദനയോടെ തലയിൽ കൈവച്ച അവൻ തിരിഞ്ഞതും പുറകിൽ നിൽക്കുന്ന ആളെ കണ്ടവൻ ഞെട്ടി. അഖി, മോളെ നീ! അവൻ നെറ്റലോടെ വിളിച്ചതും അഖില ശക്തിയിൽ വീണ്ടും അവന്റെ തലക്കടിച്ചു. പതിയെ അരുണിന്റെ ബോധം മറഞ്ഞു. തലയ്ക്ക് വല്ലാത്ത വേദന അനുഭവപ്പെട്ടപ്പോ അരുൺ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. ഒരു റൂമിൽ ജനലിൽ തന്നെ കെട്ടിയിട്ടിരിക്കുന്നു. അരുൺ തന്റെ ദേഹത്തേക്ക് നോക്കി. പൂർണ്ണ നഗ്നനായിരുന്നു അവൻ. ഒന്നുറക്കെ നിലവിളിക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ അടിവസ്ത്രം കൊണ്ട് തന്നെ അവന്റെ വാ അടച്ചിരുന്നു. റൂമിന്റെ വാതിൽ തുറന്നവരെല്ലാം അകത്തേക്ക് കയറി. അരുൺ പേടിയോടെ അവരെയെല്ലാം നോക്കി. അതെ, ഇത് നിനക്ക് വേണ്ടിയുള്ള കുഴിയാണ് അരുൺ. നീ എന്ന മൃഗത്തെ ഇല്ലാതാക്കാൻ ഞങ്ങൾ ഒരുക്കിയ കുഴി. മറന്നുപോയോ നീ എന്റെ ജെസ്സിയെ? നിന്റെ ചതിയിൽ മനസ്സിന്റെ സമനില തെറ്റിയ എന്റെ കൂട്ടുകാരി ജസീനയെ മറന്നോടാ നീ നായെ? ലക്ഷ്മി അലറിക്കൊണ്ട് ചോദിച്ചു. ഐശ്വര്യ അവന് മുന്നിൽ വന്നു നിന്നു. അവളുടെ കയ്യിൽ മൂർച്ചയുള്ള ഒരു കത്തിയും ഉണ്ടായിരുന്നു. നീ കാരണം എനിക്ക് നഷ്ടമായത് എന്റെ ചേച്ചിയെ മാത്രല്ല, ഞങ്ങളുടെ സന്തോഷം കൂടിയാ. എന്റെ ചേച്ചി അനുഭവിച്ച വേദന എന്തെന്ന് അറിയിച്ചിട്ടേ നിന്നെ ഞങ്ങൾ കൊല്ലത്തുള്ളൂ. കേട്ടോട്ടാ ചേറ്റെ. ഐശ്വര്യ തന്റെ കയ്യിലെ കത്തിയൊന്നു വീശി. അരുണിന്റെ ലിംഗം മറ്റു നിലത്ത് വീണു. വേദന കൊണ്ടവൻ അലറിയെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. അവന്റെ അരക്കു ചുറ്റും രക്തം പടർന്നു. കാലുകളിൽ കൂടെ ചോര ഒലിച്ചിറങ്ങി. ഈ കൈവിരലുകൾ കൊണ്ടല്ലേ നീ ഓരോ പെണ്ണിനെയും ചതിച്ചത്. ഇനി ഈ വിരലുകൾ കൊണ്ട് നീ ആർക്കും മെസ്സേജ് അയക്കില്ല. അതും പറഞ്ഞ് താരയും ലക്ഷ്മിയും അവന്റെ 2 കൈകളിലെയും വിരലുകൾ അറുത്തു മാറ്റി. അരുണിന്റെ ദേഹം നിറയെ ചോരയൊഴുകി. ഒന്നുറക്കി അലറിക്കരയാൻ പോലും അരുണിന് കഴിഞ്ഞില്ല. അവന്റെ വേദനയോടെയുള്ള പിടച്ചിലും കണ്ണുനീരും അവർക്ക് സന്തോഷം നൽകി. പെണ്ണെന്ന് പറഞ്ഞ കാമം തീർക്കാൻ വേണ്ടിയുള്ള ഒരു ജന്മല്ല.
ഈ നാവ് കൊണ്ട് ഇനി നീ ആരോടും കള്ളം പറയില്ല. ഗോപു കയ്യിലെ കത്തി കൊണ്ട് അവന്റെ ഇരു കവിളും കുത്തിക്കീറി. അമ്മയെന്ന് പറഞ്ഞാൽ ദൈവമാണ്, സഹോദരി എന്ന് പറഞ്ഞാൽ മക്കളെ പോലെയും. അവരെ കാമത്തോടെ മാത്രം നോക്കിയ നിന്റെ കണ്ണുകളിനി നിനക്ക് വേണ്ട. അമ്മയോട് ഞാനെല്ലാം പറഞ്ഞു, അമ്മ അനുവാദവും തന്നു. അഖി പകയോടെ കയ്യിലെ കത്തി അവന്റെ ഇരു കണ്ണുകളിലേക്കും കുത്തിയിറക്കി. അഖിയുടെ മുഖത്തേക്ക് ചോര തെറിച്ചു. അവൾ ഇടതു കൈകൊണ്ട് ആ ചോര തുടച്ചു കളഞ്ഞു. എന്നിട്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അവർ 5 പേരും കയ്യിലെ കത്തികൾ ഉപയോഗിച്ച് അവന്റെ ശരീരം പകയോടെ കുത്തിക്കീറാൻ തുടങ്ങി. പകയോടെ ദേഷ്യത്തോടെ അവർ അരുണിന്റെ ശരീരം കുത്തിക്കീറി. എല്ലാം കേട്ട് ഒരു നെറ്റലോടെ ഇരിക്കുകയായിരുന്നു മഹേഷ്. അവൻ ആ പെൺകുട്ടികളെ നോക്കി. ഇല്ല, അവരുടെ കണ്ണുകളിൽ പേടിയില്ല. അതിനുശേഷം അവനെ പല കഷ്ണങ്ങളാക്കി ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഉപേക്ഷിച്ചു. ഗോപിക പറഞ്ഞു നിർത്തി. എന്നായാലും ഞങ്ങളെ കണ്ടുപിടിക്കുക എന്നറിയാമായിരുന്നു. പേടിയില്ല, കുറ്റബോധവുമില്ല. അഖി പറഞ്ഞു. ഇനിയും ഇങ്ങനെയുള്ളവർ ഭൂമിയിലുണ്ടാവും. അവർക്കൊരു പാഠമാകണം അരുണിന്റെ അവസ്ഥ. ഐശ്വര്യ പറഞ്ഞു. പെണ്ണെന്ന് പറഞ്ഞ ചതിക്കാനും പറഞ്ഞതെല്ലാം അനുസരിച്ച് ജീവിക്കാനും കുറച്ചു നേരത്തെ സുഖത്തിനു വേണ്ടിയുമുള്ള ജന്മമല്ല എന്നെല്ലാവരും മനസ്സിലാക്കണം. താര പറഞ്ഞു. എന്ത് ശിക്ഷ സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഈശ്വരന്റെ കോടതിയിൽ ഞങ്ങൾ തെറ്റുകാരല്ല. ഇതാണ് ശരി. ലക്ഷ്മി ഉറച്ച സ്വരത്തോടെ പറഞ്ഞു. ഷൗക്കത്തും മഹേഷും മുഖത്തോട് മുഖം നോക്കി. ശേഷം അവരെ നോക്കി കൈയടിച്ചു. ഉടനെ അവർക്ക് സല്യൂട്ട് നൽകി. നിങ്ങൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അരുണിനെ പോലെ കാമൻ തലയ്ക്ക് പിടിച്ച മൃഗങ്ങളെ കൊല്ലണം. ഷൗക്കത്ത് അവരെ നോക്കി പറഞ്ഞു. കാട് കാണാൻ പോയപ്പോ കടുവയോ കരടിയോ പിടിച്ചു. അങ്ങനെ FIR എഴുതി കേസ് ക്ലോസ് ചെയ്തേക്ക്. എനിക്കുമുണ്ട് ഇവരുടെ പ്രായത്തിലൊരു മകൾ. അവൻ ചാവേണ്ടവനാണ്. ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് തീർക്കാനുള്ളതല്ല ഇവരുടെ ജീവിതം. ഇവരിനി സമാധാനമായി ജീവിക്കട്ടെ. മഹേഷ് ഷൗക്കത്തിനോട് പറഞ്ഞവരെ നോക്കി. അവർ 5 പേരും നിറഞ്ഞു വന്ന മിഴികളാലെ അവരെ കൈകൂപ്പി നന്ദി പറഞ്ഞു. രഘുവേട്ടാ, ഈ കുട്ടികളെ അവർക്ക് എവിടേക്കാണോ പോവേണ്ടത് അവിടെ കൊണ്ടാക്കണം. എന്റെ കാർ എടുത്തോ. ഷൗക്കത്ത് താക്കോൽ രഘുവിന് നൽകിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ടവർ പുറത്തേക്ക് പോയി. അവർ 5 പേരും കരഞ്ഞുകൊണ്ട് പരസ്പരം കെട്ടിപ്പുണർന്നു. രഘു അവരെയും കൂട്ടി പുറത്തിറങ്ങി. ആ റൂമിലെ ലൈറ്റ് അണഞ്ഞു. മുഴുവൻ ഇരുട്ട് പകർന്നു. സൂര്യൻ അസ്തമിക്കുന്നതും നോക്കി അവർ 5 പേരും കടപ്പുറത്തിരുന്നു. പുതിയൊരു പുലരിക്കായി, പുതിയൊരു ജീവിതത്തിനായി, നല്ലൊരു നാളേക്കായി. ശുഭം. നമുക്കിടയിലുമുണ്ട് ഇതുപോലെയുള്ള അരുണമാർ. മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് നമുക്ക് ചുറ്റും അവരുണ്ടാവും. ശ്രദ്ധിക്കുക, ചതിയിൽ പെടാതിരിക്കുക. നമുക്കറിയാത്ത ചിരിച്ചുകൊണ്ട് ഇടപഴകുന്ന ചിലരെ സൂക്ഷിക്കുക. അവരുടെ ഉള്ളിലൊരു മൃഗമുണ്ടാകാം. ഈ ചാനലിലെ ആദ്യ കഥയാണ് മൃഗം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടണിലേക്ക് പൊട്ടിച്ചൊരു ബെല്ലടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ കഥകളുമായി വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും ബൈ. സൈനിങ് ഓഫ്. പിന്നെ റിവ്യൂ ഇടാൻ മറക്കല്ലേ.